വീട്ടിൽ നിന്ന് ഒരു ചേട്ടന്റെ മനസ്സിലും ഒരുമിച്ച് യാത്ര ആരംഭിക്കുകയാണ്. ചന്തയിൽ പോയി കുറെ ആളുകളോട് സംസാരിക്കുന്നതിനായാണ് അവർ പോകുന്നത്. അങ്ങനെ ചന്തയിൽ പോകുന്ന വഴി അവർ കുറച്ച് ആളുകളെ കാണുന്നു. അവർ അവനോട് ചോദിച്ചു, ഇവൻ ആരാണ്, ഇവൻ എന്താണ്? അപ്പോൾ അവൻ അവരോട് മറുപടി പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവനറിയാം. എൻ്റെ കൂടെയാണുണ്ട് ഇവൻ. ഇവനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇവൻക്കറിയാം. ഇവനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അതുപോലെ തന്നെയാണ്. അത് ഒന്നില്ലെങ്കിൽ അതിൽ കൂടുതലായാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മോട് പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും മൂപ്പർക്കറിയാം. വചനം ആരാണെന്ന് നമുക്കറിയാം. വചനം ഈശോയാണ്. ഈശോ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഒപ്പമുള്ളവരാണ്. അവിടത്തേക്ക് ഒരു വിധത്തിലും ഒരാരംഭമോ അവസാനമോ ഇല്ല. അവിടുന്ന് ആയിരിക്കുക എന്ന് പറയുന്ന സ്ഥിതിയിലാണ്. അനാദി മുതലുണ്ട്. യേശുവാണ് വചനം. ആദിയിൽ അവനുണ്ടായിരുന്നു. ദൈവത്തോടു കൂടെയാണ് അവൻ, അഥവാ അവനും കൂടി ചേരുന്നതാണ് ദൈവം. ത്രിയേകനാണ് ദൈവം. ആ ദൈവം ഈശോയാണ്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ ഈശോ ഉണ്ടായിരുന്നു. ഈശോ ദൈവത്തിൽ ഒരാളാണ്. ഈശോ ദൈവമാണ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മോട് പറയുന്നത്.